ഞാൻ ശ്യാമേട്ടനോട് എന്ത് തെറ്റാ ചെയ്തത്? പറ്റിപ്പോയി ഗംഗ. സാത്താന്റെ കൈകളിൽ പെട്ട മാല. ഇതുകൊണ്ടൊന്നും തീർന്നില്ലടി മാധു. പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എന്തിനാ ശ്യാമേട്ട എന്നെ എങ്ങനെ ശിക്ഷിക്കുന്നത്? ഞാൻ ശ്യാമേട്ടനോട് എന്ത് തെറ്റാ ചെയ്തത്? കാലത്ത് എത്ര സന്തോഷത്തോടെ ഇറങ്ങിപ്പോയ ആളാ മടങ്ങി വന്നിരിക്കുന്ന കണ്ടില്ലേ? കാറ് പോലും എവിടെ കളഞ്ഞിട്ട് കള്ളം കുടിച്ച് ഓട്ടോറിക്ഷയില്. കാറ് കളഞ്ഞിട്ടൊന്നുമില്ല ഗംഗ. ഓടിക്കാൻ വയ്യാഞ്ഞിട്ട് അവിടെ ഒതുക്കിയിട്ടു, അത്രേ ഉള്ളൂ. നീ അതിന് കിടന്ന് കരയുന്ന എന്തിനാ? കരയാനല്ലാതെ പിന്നെ എനിക്ക് എന്താ ചെയ്യാൻ കഴിയ? ഈശ്വര, ശ്യാമേട്ടന് ഇത്തരം സ്വഭാവങ്ങളൊന്നും ഇല്ലാതിരുന്നാണല്ലോ. ആരാ ശ്യാമേട്ടനോട് ഈ ക്രൂരത കാണിച്ചേ? ആരാ ഇങ്ങനെ കുടിപ്പിച്ചേ? ക്രൂരത കാട്ടിയത് ഈശ്വരൻ, കുടിച്ചത് ഞാൻ മാത്രം. അതിലാർക്കും ഒരു പങ്കുമില്ല ഗംഗ. എന്തിനാ ഇങ്ങനെ കുടിച്ചത്? കുടിക്കണായിരുന്നെങ്കിൽ ശ്യാമേട്ടൻ ഇവിടെ ഇരുന്നാകായിരുന്നല്ലോ. പറ്റിപ്പോയി ഗംഗ. സോറി, നീ എന്നോട് ക്ഷമിക്കേ. അയ്യോ, ശ്യാമേട്ടൻ എന്നോട് ഇങ്ങനെ ക്ഷമയൊന്നും പറയരുത്. എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത്. നോ, ഇല്ല, ഒരിക്കലും ശിക്ഷിക്കില്ല. അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ലല്ലോ. ശിക്ഷിക്കപ്പെടേണ്ടവൻ ഞാൻ മാത്രം. ഈ ഒരു മാലാഖയാണ് ഗംഗ, ദ ഏഞ്ചൽ. ഞാനോ സാത്താൻ, ദ ഡെവിൾ. സാത്താന്റെ കൈകളിൽ പെട്ട മാലാഖ. ഗംഗ, നീ മൈ ഏഞ്ചൽ. ശ്യാമേട്ടനൊന്നും പറയണ്ട, കിടന്നോളൂ. ഹേയ്, പാടില്ല. മാലാഖ ഒരിക്കലും ഡെവിളിന്റെ ചെരുപ്പഴിക്കാൻ പാടില്ല. മാലാഖ ഇവിടെ വരൂ. ശ്യാമേട്ട, കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ പറയുന്ന കേക്കാം. എന്റെ ഗംഗ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. എന്താ, നീ കേക്കില്ലേ? ശ്യാമേട്ടൻ എന്നോട് എന്തും പറയാലോ. അതിനിങ്ങനെ അനുവാദം ചോദിക്കുന്ന എന്തിനാ? നിനക്കറിയൂ ഗംഗ, ഞാനെന്ന അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ് ഇന്നൊരു കുറ്റവാളിയാണ്. യെസ്, നീതിപീഠത്തിന് അറിയാത്ത കുറ്റവാളി. വെറും കുറ്റവാളിയല്ല, ഏക്കില്ല, കൊലപാതകി. ശ്യാമേട്ട എന്തൊക്കെയായി പറയുന്നേ? സത്യം, പരമസത്യം. പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനായി സ്നേഹിച്ച പെണ്ണിനെ നിർദാക്ഷിണ്യം കൊന്നു കുഴിച്ചുമൂടിയ ദുഷ്ടൻ. ആത്മാവിന്റെ മോക്ഷത്തിനു വേണ്ടി കർമ്മം ചെയ്യാൻ ഒരു പിടി ചാരം പോലും പെറ്റമ്മയ്ക്ക് കൊടുക്കാതിരുന്ന ദുഷ്ടൻ, സ്വാർത്ഥൻ, വഞ്ചകൻ. പാവം അവര്, നിർമ്മല ടീച്ചർ. ആ അമ്മയുടെ കണ്ണുനീര് ഞാൻ മുങ്ങിത്താഴുന്നില്ല. അവരുടെ ശാപം എന്നെ മരണം വരെ പിന്തുടരും. നിനക്കറിയോ, അവരും തന്നെ ആട്ടി പുറത്താക്കി. എന്റെ ഇരു കവളത്തും അവർക്കൊന്ന് തല്ലായിരുന്നു. ഒരല്പമെങ്കിലും ആശ്വാസമായിരുന്നു എനിക്ക്. അവരത് ചെയ്തില്ല. ശ്യാമേട്ടൻ ഇന്നവിടെ പോയിരുന്നല്ലേ? പോയി. വേണ്ടിയിരുന്നില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത്. അവർ സങ്കടം കൊണ്ട് വല്ലതൊക്കെ പറഞ്ഞു പോയതാവും. അത് കേട്ട് ശ്യാമേട്ടൻ വെറുതെ വിഷമിക്കണ്ട. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ എനിക്കറിയാം എന്റെ ശ്യാമേട്ടനെ. ഒരു ഉറുമ്പിനെ പോലും എന്റെ ശ്യാമേട്ടനെ നോവിക്കാനാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ ഗംഗ. ശ്യാമേട്ടൻ വന്ന് കിടക്കാൻ നോക്ക്. ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട. ശ്യാമേട്ടന് കുളിക്കണോ? ഇനി ഞാൻ കുളിക്കുന്നത് പാപശമനത്തിന് വേണ്ടിയായിരിക്കണം. അങ്ങ് ഗംഗയില് എല്ലാ പാപങ്ങളും സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു പ്രതിക്രിയ പോലെ ആ പാപനാശിനി മുങ്ങി. ഒടുവിലൊരു കബന്ധമായ ഓളപ്പരപ്പിലൂടെ ഒഴുകി 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 എങ്ങോട്ടെന്നറിയാം. അയ്യോ ശ്യാമേട്ട, മതിയോ?
നീ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോളാം, ഗിരിയേട്ടൻ കഴിക്ക്. ആഹാ, ശ്യാമേട്ട ഇതുവരെ കഴിക്കാൻ വന്നില്ലേ ശാലു? ഇല്ല, ഒരുക്കം കഴിഞ്ഞില്ലായിരിക്കും. ഞാൻ പോയി നോക്കാം. ശ്യാമേട്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നോ? ഇല്ല, ഗിരിയേട്ടൻ കഴിച്ചോ. ശ്യാമേട്ടൻ വന്നോളൂ. മുട്ട വയ്ക്കട്ടെ? ഗിരിയേട്ടൻ ഇത് എവിടെ എഴുന്നേറ്റ് പോന്നു? എന്താ കഴിക്കുന്നില്ലേ? നല്ല വിശപ്പ് തോന്നുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് മതി. വിശക്കുന്നു പറഞ്ഞ് കഴിക്കാൻ വന്നിരുന്ന ഗിരിയേട്ടൻ തന്നെയല്ലേ? വയറിന് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് ടോയ്ലറ്റ് പോട്ടെ. നീ എന്താ ഇത്ര വേഗം മതിയേക്കേ? അതോ കഴിച്ചില്ലേ? വയറ്റി പെട്ടെന്നൊരു പ്രക്ഷോഭം, ടോയ്ലറ്റിലേക്ക് പോയതാ. കേട്ടോ ശ്യാമേട്ട, പണ്ട് ഇവന്റെ ഒരു ശീലം ഇതാ. ഭക്ഷണം എടുത്തു വെക്കുമ്പോഴാ മറ്റു പല പരിപാടിക്കും ഇങ്ങനെ ഓടുന്നേ. ശ്യാമേട്ടൻ കഴിക്ക്, അദ്ദേഹം ഇനി വരുമ്പം വരട്ടെ. എനിക്കും വയറിന് അത്ര നല്ല സുഖമില്ല, ചായ മാത്രം മതി. ഈ വയറിന്റെ സൂക്കേണ്ട കാരണങ്ങൾ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓരോരോ പുതിയ ശീലങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങിയിരിക്കല്ലേ. ഈ ഗംഗേച്ചി കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ. വരച്ച വരയിൽ നിർത്തണം. ഇവിടെ ഇപ്പൊ ആദ്യം വരച്ച വരയിൽ നിർത്തേണ്ടത് ഗിരിയെയാ. എന്റെ മോള് തൽക്കാലം അത് ചെയ്യാൻ നോക്ക്. ഈ സാറിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അല്ലേ ശ്യാമേട്ട? അയ്യടാ, എന്റെ ഏട്ടനെ അങ്ങനെ ആർക്കും തീരെ എഴുതിയൊന്നും തന്നിട്ടില്ല. അവകാശം കൂടുതൽ ഇപ്പോഴും എനിക്ക് തന്നെയാ, അല്ലേ വക്കീൽ സാറേ? എന്താ ശ്യാമേട്ട ഇത്? ആ ബുൾസ എങ്കിലും കഴിച്ചിട്ട് പോ. വേണ്ട, സമയമില്ല. ശ്യാമേട്ട ഒന്ന് നിന്നേ. എന്താ? വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ട് ഇന്നലത്തെ പോലെ. ഇല്ല. അല്ല, ശ്യാമേട്ടൻ എങ്ങനെയാ ഇപ്പൊ പോന്നേ? കാർ എവിടെ ഇട്ടിരിക്കാന്നല്ലേ പറഞ്ഞത്? ഒരു കാര്യം ചെയ്, ഗിരിയും കൂടെ കൂട്ടിയിട്ട് പോയി കാർ എടുക്കാലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ വേറെ എന്തെങ്കിലും ഏർപ്പാട് ചെയ്തോളാം. ഗിരി എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? ബുദ്ധിമുട്ടോ? എന്തിന്? അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ അവൻ അതങ്ങ് സഹിച്ചോളും. ശ്യാമേട്ടൻ നിക്ക്, ഞാൻ അവനെ വിളിച്ചോണ്ട് വരാം. ഇതുകൊണ്ടൊന്നും തീർന്നില്ലടി മാധു. പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാത്തിനും കാരണം മറ്റത് തന്നെയാ. എന്ത്? ഞാൻ ഇന്നലെ പറഞ്ഞില്ലടി, ജാതകദോഷം. അനർത്ഥങ്ങൾ ഓരോന്നോരോന്നായി തുടങ്ങുന്നത് കണ്ടില്ലേ? ഇനി അത് വഷളാകാൻ അധിക കാലമൊന്നും വേണ്ട. രണ്ടവന്മാരെയും കൂടി ഉന്തി തള്ളി കാറിൽ കയറ്റി വിറ്റത് കണ്ടില്ലേ? എന്താ നടക്കാൻ പോന്നേന്ന് നീ കണ്ടോ? ഓ, എന്തോന്ന് നടക്കാനാ? കാണാൻ പോന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യം ഉണ്ടോ ഡി? ഇന്നലെ കള്ളും കുടിച്ച് 4 കാലിൽ കയറി വന്നു. ഇന്ന് ഭക്ഷണം കഴിക്കാതെ രണ്ടും കൂടെ ഇറങ്ങിപ്പോയി. ഇനി ഇങ്ങോട്ട് തീരെ വരാതെയാകും. പിന്നെ രണ്ടവളുമാരും കൂടി തമ്മി തല്ലി ഇവിടെ കിടന്ന് നരയിക്കുന്നത് കാണാം. എന്റെ ചേച്ചി ഈ പറയുന്ന വെറുതെക്കാരെ കുറിച്ചല്ലെന്ന് ഓർക്കണം, സ്വന്തക്കാരെ കുറിച്ച് തന്നെയാ. ആരാടി സ്വന്തക്കാര്? എനിക്കിവിടെ ആരും സ്വന്തക്കാരായിട്ടില്ല. ഞാൻ ആരോട്ട് അങ്ങനെ അംഗീകരിച്ചിട്ടുമില്ല. എനിക്കെന്റെ മോളെ കാര്യം മാത്രമേ നോക്കാനുള്ളൂ. അപ്പൊ ഗംഗക്കുഞ്ഞും ഗിരിക്കുഞ്ഞോ? എനിക്കങ്ങനെ ആരുടെ കാര്യം നോക്കേണ്ട കാര്യമില്ല. ആ അവലക്ഷണം പിടിച്ച മൂദേവി കാരണം എന്റെ കാതമോൾക്ക് ഒരു കുഴപ്പമില്ലാതെ മതിയായിരുന്നു. ചേച്ചി ആരുടെ കാര്യം ഈ പറയുന്നത്? വേറെ ആരുടെയാ? ആ ശാലിനിയുടെ തന്നെ. അവളുടെ തല എന്നീ വീട്ടിൽ കൊണ്ടോ അന്ന് തുടങ്ങിയതാ ഇവിടുത്തെ സ്വസ്ഥതക്കേട്. എന്റെ കൊച്ചേ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ, വല്ല മന്ത്രവാദിയും കണ്ട് നേർച്ചയോ കാഴ്ചയോ മന്ത്രവാദോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ബാക്കിയുള്ളവരെ കൂടി എന്തിനാ ഇങ്ങനെയിട്ട് നശിപ്പിക്കുന്നേ? അല്ലെങ്കിൽ നീയും ഗിരിയും കൂടെ വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കേ. ഈ വീട്ടിലെ സമാധാനെങ്കിലും തകരാതിരിക്കുമല്ലോ. കഷ്ടമായി പോയി ചേച്ചി, അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. നിനക്ക് അത്രക്ക് ദണ്ണായി പോയെങ്കിലേ ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കടി. ചെല്ല്. ഒരു കസ്റ്റം പറച്ചിലുകാരി വന്നിരിക്കുന്നു. ഗിരി, നീ ഒന്ന് ഇറങ്ങിക്കേ, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്.
നമുക്കിടയിലെ ഈ മൗനവും നിന്റെ ഈ ഒഴിഞ്ഞുമാറ്റവും ഒക്കെ എത്ര കാലം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകാനാ നീ ആഗ്രഹിക്കുന്നത്? ആകാം. അതിപ്പോ എത്ര നാൾ വേണമെങ്കിലും ആവാം. നമ്മൾ തികച്ചു അന്യരായിരുന്നെങ്കിൽ, ഗംഗയും ശാലിനിയും ഒന്നും നമുക്കിടയിൽ ഇല്ലായിരുന്നുവെങ്കിൽ. പക്ഷേ ഒഴിഞ്ഞു മാറേണ്ടവൻ നീയല്ലല്ലോ, ഞാനല്ല. കാരണം അത്രമാത്രം ക്രൂരതയാണ് നീ എന്നോട് കാട്ടിയത്. എന്റെ പൂർവ്വകാമിയെ കൊല ചെയ്തതിന്റെ ദുഃഖം സഹിക്കാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല. നീ ഒരു കൊലപാതകയാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ട്, അതുകൊണ്ട് മാത്രം. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന തത്വം പാലിക്കാനായി നീതിപീഠത്തിന്റെ മുന്നിൽ ഗൗൺ അണിഞ്ഞു നിൽക്കുന്ന ഒരു അഭിഭാഷകനാണ് ഞാൻ. നീ കുറ്റവാളി തന്നെയാണ്. പക്ഷെ നീ ക്രൂശിക്കപ്പെട്ടാൽ നിരപരാധിയായി എന്റെ പെങ്ങളായിരിക്കും ശിക്ഷിക്കപ്പെടുക. ശ്യാമേട്ടാ, ഞാൻ നിനക്ക് ന്യായീകരണങ്ങൾ ഒരുപാടുണ്ടാവും. അവയോരോന്നും അക്കവിട്ട് എന്റെ മുന്നിൽ നിരത്തിയാലും എന്റെ മനസാക്ഷിയുടെ നീതിപീഠത്തിന്റെ മുന്നിൽ നീ ഒരിക്കലും മാപ്പ് അർഹിക്കുന്നില്ല. ശ്യാമേട്ടാ, എല്ലാം ഞാൻ ശ്യാമേട്ടനോട് തുറന്നു പറഞ്ഞല്ലേ. ഒന്നും ഞാൻ മനഃപൂർവ്വമായിരുന്നില്ല. ആ ശപിക്കപ്പെട്ട നേരത്ത് ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അപ്പോ ഗംഗേച്ചയെക്കുറിച്ച് മാത്രമേ ഞാൻ ഓർത്തുള്ളൂ. മറ്റൊന്നും ഞാൻ ചിന്തിച്ചില്ല ശ്യാമേട്ടാ. ചിന്തിക്കണമായിരുന്നു. ഒരേ ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം നീ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ. എന്തിനായിരുന്നു ഗിരി? എന്തിനായിരുന്നു നീ? ശ്യാമേട്ടാ, ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് അങ്ങനെ ഒരു കൈബദ്ധം പറ്റിപ്പോയി. എനിക്ക് മാപ്പ് വന്നൂടെ ശ്യാമേട്ടാ. ഗംഗേച്ചയെ ഓർത്ത്, ശാലിനിയെ ഓർത്തെങ്കിലും പ്ലീസ് പ്ലീസ് ശ്യാമേട്ടാ. നീ പറഞ്ഞതുപോലെ ഗംഗയ്ക്കും ശാലിനിക്കും ഒക്കെ വേണ്ടി അവരെ ഓർത്ത് ഞാൻ നിനക്ക് മാപ്പ് തന്നാലും, പക്ഷെ എത്ര നാൾ നീ ഈ രഹസ്യം മൂടി വയ്ക്കും? സത്യം അതെന്നായാലും മറന്നേക്ക് പുറത്തു വരും. നിയമത്തിന്റെ മുന്നിൽ നീ കുറ്റവാളിയാവും. അന്ന് നീ എന്ത് ചെയ്യും? പാവം എന്റെ ശാലു, അവളിതെങ്ങനെ സഹിക്കുക? ശ്യാമേട്ടാ, ഞാൻ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യുമെന്നതിനേക്കാൾ ഉപരി ഞാൻ എന്ത് ചെയ്യും? അതാ എന്റെ പേടി. എന്റെ ശാലു, 3 ദുരന്തങ്ങൾ കൺമുന്നിൽ കണ്ട് തകർന്നുപോയ മനസ്സാവളുടെ. ഇനിയൊരു ദുരന്തം കൂടി കാണാൻ പാവം എന്റെ കുട്ടിക്ക്. ശ്യാമേട്ടാ, എന്നെ സഹായിക്കാൻ ഇനി ശ്യാമേട്ടന് മാത്രമേ കഴിയൂ. ശ്യാമേട്ട എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം ശ്യാമേട്ട. ഇല്ല, എനിക്കതിന് കഴിയില്ല. കുറ്റം ചെയ്യുന്നതിനേക്കാൾ വലിയ തെറ്റാണ് അത് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഗിരി എന്നോട് പറഞ്ഞിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല. ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. എനിക്ക് ജീവിക്കണം ശ്യാമേട്ട. എന്റെ ശാലിനിയോടൊപ്പം എനിക്ക് ജീവിക്കണം. ശ്യാമേട്ട എന്നെ സഹായിക്കില്ലേ? സോറി, ഐ എം ഹെൽപ്ലെസ്. നിന്നെ എന്നല്ല, ഇനി ആരെ എനിക്ക് സഹായിക്കാൻ കഴിയില്ല. അതിന് ഇനി മുതൽ നിയമത്തിന്റെ പിൻബലം എനിക്കുണ്ടാവില്ല. ശ്യാമേട്ട, അതെ, കുറ്റവാളിയാണെന്ന് എനിക്ക് ബോധ്യമുള്ള ഒരു കക്ഷിയുടെ കേസ് പോലും ഇനി നിമിഷം വരെ ഞാൻ ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ പോലും ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. പകരം കുറ്റവാളികൾക്ക് അറിയിക്കുന്ന ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പ്രതിഫലിച്ച പോലുമില്ലാതെ വാദിഭാഗത്തിന് വേണ്ടി വാദിച്ചിട്ടുണ്ട് ഞാൻ. പ്രൊഫഷണൽ എത്തിക്സും സർവോപരി എൻ്റെ മനസാക്ഷിയും ഇന്നോളം ഞാൻ ഒരിടത്തും പണയം വെച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊഫഷൻ ഉപേക്ഷിക്കുക. ഇനി ആ വേഷം അണിയാൻ ഞാൻ യോഗ്യനല്ല. ആരെയും വിചാരണ ചെയ്യാൻ ഞാൻ അർഹനല്ല. നീതിപീഠത്തിന്റെ മുന്നിൽ നിവർന്നു നിൽക്കാൻ എനിക്കിനി ആവില്ല. ശ്യാമേട്ട, വേണ്ട, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ശ്യാമേട്ടൻ ഒരു ലീഡിംഗ് അഡ്വക്കേറ്റാണ്. ശ്യാമേട്ടന്റെ കരിയർ അത് നശിപ്പിക്കരുത്. എങ്കില് ഗിരി എനിക്ക് നിയമത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കേണ്ടി വരും.
പക്ഷേ എനിക്കതിന് കഴിയില്ലല്ലോ.